23 വയസ്സുള്ള അക്വാച്ചോ അതിസുന്ദരിയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റിന് ഒരുപാട് ഫാൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 ജൂൺ 27 അക്വ ഗോൾഫ് കളിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തത്. എന്നാൽ ആ വീഡിയോ ആയിരുന്നു അക്വയുടെ അവസാനത്തെ വീഡിയോയും. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റുകളും വന്നില്ല. അങ്ങനെ പതിയെ ആ പെൺകുട്ടിയുടെ ഒരു വിവരം ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് നിന്നും അക്വ എന്ന പേര് പതിയെ മാഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോങ്കോങ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി വരുന്നത്. അവിടെ എത്തിയ ആ വ്യക്തി പോലീസുകാരുടെ കയ്യിൽ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ താക്കോൽ കൊടുത്തു. പോലീസ് ആ താക്കോലും കൊണ്ട് ആ താക്കോലിൻ്റെ ഉടമസ്ഥതയുള്ള ഹോട്ടലിലേക്ക് ചെന്നതിന് ശേഷം ആ താക്കോൽ ഉപയോഗിച്ച് അതിൻ്റെ മുറി തുറന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിൽ പോലീസുകാരെ കാത്തിരുന്ന കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. പോലീസുകാരെ ഞെട്ടിക്കാൻ മാത്രം എന്ത് കാഴ്ചയാണ് അവർ കണ്ടത്? മാത്രമല്ല അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കാലത്ത് ഈ സംഭവം ഹോങ്കോങ്ങിലെ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോങ്കോങ്ങിലുള്ള അക്വാച്ചോ ഒരു യോഗ ടീച്ചറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ജീവിക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും എപ്പോഴും അക്വ ആക്റ്റീവായിരുന്നു. സോഷ്യൽ മീഡിയ വഴി അക്വ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളിലെല്ലാം അതിമനോഹരിയായാണ് അക്വയെ കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അക്വയെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നാണ് കരുതുന്നത്. വളരെയേറെ ചെറുപ്പം, വളരെയേറെ സുന്ദരി, മാത്രമല്ല ഈ ചെറുപ്രായത്തിൽ തന്നെ കോടീശ്വരി. അക്വ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതം പലരും ആഗ്രഹിച്ച ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് അക്വ ജീവിച്ചത്. വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നാണ് മറ്റുള്ളവർ അക്വയെക്കുറിച്ച് വിചാരിച്ചത്. എന്നാൽ സത്യം അതല്ലായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്ന പലരുടെയും ജീവിതം അതുപോലെയല്ല. എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ സന്തോഷമായ ജീവിതം മാത്രമേ കാണിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ പുറകിൽ മറ്റൊരു ജീവിതമുണ്ട്. അതവർ ആരെയും കാണിക്കില്ല. അതുപോലെ അക്വയുടെ ജീവിതത്തിലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അക്വയുടെ ബോയ് ഫ്രണ്ടായ 28 വയസ്സുള്ള അലക്സ്ലോ എന്ന ചെറുപ്പക്കാരനുമായി ഒരുപാട് പ്രശ്നങ്ങൾ അക്വയ്ക്കുണ്ടായിരുന്നു. 2021 ഡിസംബർ മാസത്തിലാണ് ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്തത്. അന്നത്തെ ദിവസം അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് വഴക്കുകളുണ്ടായി. ആ സമയത്ത് അക്വ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടപ്പോൾ അലക്സ് അക്വയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതോടൊപ്പം തന്നെ കഴുത്തിനിരിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അക്വ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ശേഷം അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോൾ അക്വ തൻ്റെ പഴയ ജീവിതം വീണ്ടും ആരംഭിച്ചു. അതിനാൽ ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ആക്റ്റീവായി തൻ്റെ ഫാൻസിന് ഒരുപാട് കണ്ടൻറ്റുകൾ കൊടുക്കാൻ ആരംഭിച്ചു. എന്നാൽ അതിനെല്ലാം ആയുസ് ഉണ്ടായിരുന്നത് 2022 ജൂൺ 27 വരെ മാത്രമായിരുന്നു. കാരണം അപ്പോഴാണ് ഞാൻ തുടക്കം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവസാനമായി ഗോൾഫ് കളിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഓരോ അപ്ഡേറ്റുകളും ഇല്ലാണ്ടായി. അപ്ഡേറ്റുകൾ വന്നില്ല എന്നുള്ളത് മാത്രമല്ല, വേറെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യവും സംഭവിച്ചു. അക്വ അമേരിക്കയിൽ പോയി തുടർന്നുള്ള വിദ്യാഭ്യാസം പഠിക്കുന്നതിനായി ജൂൺ 30 അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ജൂൺ 30 ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അക്വ വന്നില്ല. ശേഷം അക്വയുടെ അമ്മ അക്വയെ ഫോണിൽ വിളിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ ശ്രമിച്ചു. എന്നാൽ അക്വയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ സമയത്ത് അക്വയുടെ അമ്മ വിചാരിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായും എന്നെ വിളിക്കേണ്ടതാണ്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തോ ഒന്ന് തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ കാരണം മൂലം അക്വയുടെ അമ്മ ഹോങ്കോങ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ബോയ് ഫ്രണ്ടായ അലക്സിലോ ഒരു വക്കീലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അവിടെ എത്തിയ അലക്സ് പോലീസുകാരുടെ കയ്യിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ താക്കോൽ കൊടുത്തു. എന്നിട്ട് ഇതാണ് അക്വ നേരത്തെ താമസിച്ചിരുന്ന മുറി എന്ന് പറഞ്ഞു. പോലീസുകാർ ഉടൻ തന്നെ ആ താക്കോല് വാങ്ങിച്ചതിന് ശേഷം നേരെ ആ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെന്നു. ശേഷം താക്കോലിലുള്ള നമ്പർ നോക്കി ആ മുറി തുറന്നു. അങ്ങനെ ഉള്ളിൽ ചെന്ന പോലീസുകാരെ കാത്തിരുന്നത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ഉള്ളിൽ ചെന്നപ്പോൾ മുതൽ മുറി മുഴുവനും രക്തമായിരുന്നു. പോലീസുകാരെ രക്തത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങി. എന്നാൽ അത് ചെന്നെത്തിയത് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലായിരുന്നു. ശേഷം പോലീസുകാർ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ അവിടെ പല രീതിയിൽ പീസായി വെട്ടേറ്റ അക്വയുടെ ശരീരമാണ് കാണാൻ സാധിച്ചത്. വെട്ടേറ്റപ്പോൾ തല തെറിച്ചുപോയി ഒരു മൂലയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, ശരീരം വെട്ടാൻ ഉപയോഗിച്ച കത്തിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെയെല്ലാം പരിശോധിച്ച് നോക്കി. എന്നാൽ അവിടെ എല്ലായിടത്തും രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരുപാട് എതിർത്തതിന് ശേഷമാണ് അക്വ മരണപ്പെട്ടത്. അക്വയുടെ ശരീരത്തിൽ ആകെ മൊത്തം 38 കത്തി കുത്തിയിറക്കിയ മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിൽ പലതവണ കത്തിവെച്ച് കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അലക്സിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. എന്നാൽ അലക്സ് അങ്ങനെയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് താക്കോൽ നൽകിയത് താൻ വളരെ ഇന്നസെൻ്റ് ആയതുകൊണ്ടാണെന്ന് പോലീസുകാരോട് പറഞ്ഞു. എനിക്കിതുമായി ഒരു ബന്ധവുമില്ല, ഞാൻ അക്വയെ കൊന്നിട്ടില്ലെന്ന് വീണ്ടും പോലീസുകാരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പോലീസുകാർ കൊലയാളി അലക്സ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണം തുടങ്ങി.
അലക്സിനെതിരെ ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പോലീസുകാർ കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച കത്തി ഒരു ദിവസം മുമ്പാണ് വാങ്ങിച്ചതെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രണമായ കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി. അതുമാത്രമല്ല, കൊലപാതകം നടന്ന സ്ഥലത്ത് അന്വേഷണം നടത്തിയപ്പോൾ അക്വയുടെ മൊബൈൽ ഫോൺ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ വിചാരിച്ചത് അലക്സ് അക്വയ്ക്ക് അയച്ച മെസ്സേജുകളെല്ലാം അലക്സിനെതിരെയുള്ള തെളിവുകളാക്കുമെന്ന് വിചാരിച്ച് അവരാക്കും അത് എടുത്തുകൊണ്ട് പോയതെന്നാണ്. അവസാനമായ അപ്പാർട്ട്മെൻറ്റിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. അതിലാണ് അവസാനമായുള്ള അക്വയുടെ നിമിഷങ്ങൾ കാണാൻ സാധിച്ചത്. അക്വ മരണപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 4:43 PM ആയപ്പോൾ അക്വ അലക്സിൻ്റെ കൂടെ വെളിയിലേക്ക് പോകുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അക്വ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ മുൻ ബോയ്ഫ്രണ്ടായ അലക്സിനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് അവിടെ എത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും ആ 5 സ്റ്റാർ ഹോട്ടലിൽ എത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ റൂം ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അക്വയെ അലക്സ് വളരെ കൊടൂരമായി കൊന്നുകളഞ്ഞു. ശേഷം ശരീരമെല്ലാം ബാത്റൂമിൽ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയി. 2022 ജൂലൈ മാസം നടന്ന ഈ സംഭവത്തിൽ ഇതുവരെ ഇത്രയും അറിവുകൾ മാത്രമേ ലോകത്തിന് അറിയൂ. അലക്സ് എന്തിനു വേണ്ടിയാണ് അക്വയെ കൊന്നുകളഞ്ഞത്, അന്ന് രാത്രി എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങൾ ട്രയലിൽ അലക്സ് പറഞ്ഞാൽ മാത്രമേ ലോകത്തിന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ അത് സംഭവിച്ചേക്കാം. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.